യൂറിക് ആസിഡിന്റെ പ്രശ്നം അതാണ്. ഈ മസാല കൂടിയ ഫുഡ് നിങ്ങളൊന്ന് നിയന്ത്രിച്ച് ഈ പറഞ്ഞ രാവിലെ ബാർലിയുടെ ഉൽപ്പന്നവും രാത്രി ചുരങ്ക കൊണ്ടുള്ള കറി വല്ലതും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 3/4% അതുകൊണ്ട് മാത്രം പോയി കിട്ടും. പിന്നെ അതോടുകൂടി പിന്നെ യൂറിക് ആസിഡിന്റെ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം ഹിജാമയാണ്. അത് ചെയ്യാൻ കഴിയുന്ന അത്രയും പ്രഗത്ഭനം 5 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ഹിജാമ ചെയ്യാൻ അറിയുന്ന നിസ്ലാസുമ തങ്ങൾ പിന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി ഹിജാമ. പക്ഷേ ഇന്നിപ്പോൾ അതിപ്പോൾ ഒരു ബിസിനസ് തന്നെയായി മാറി. നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളോട് ഗുരുനാഥന്മാർ പറഞ്ഞത് പൈസ കൊടുത്ത് ഇത് ഹിജാമ ചെയ്യാൻ പാടില്ല, പൈസ വാങ്ങരുതാണ്. ഞാനിപ്പോൾ നിങ്ങളിൽ ഒരാൾക്ക് ഹിജാമ ചെയ്ത് തരുമ്പോൾ അതിന് കൂലി വാങ്ങരുതാണ്, അത്രയും. പക്ഷേ ഇന്നിപ്പം അതൊരു എന്താ പറയുക, എന്തോ ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ അവർക്ക് റൂമിന് വാടക കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് എക്യുപ്മെന്റ്സ് ടൂൾസ് വാങ്ങാനുള്ള പൈസ വാങ്ങായിരിക്കും എന്തോ. ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അവർ നിങ്ങളാരും ആക്ഷേപിക്കരുത്. അതിൻ്റെ സുന്നത്തായ രീതി അങ്ങനെയാണ്. അപ്പോൾ ഹിജാമ നല്ല ട്രീറ്റ്മെന്റ് ആണ്. ഈ പിന്നെ ഏതിന് യൂറിക് ആസിഡിന് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. അവർ ശ്രദ്ധിക്കേണ്ട ഇതാണ്, പിന്നെ ഭക്ഷണത്തിൽ മസാലകൾ കൂടുതലാവരുത്, മാംസം കൊഴുപ്പ് കൂടുതലുള്ള മൂരിയിറച്ചി പോത്തിയിറച്ചി കൂടുതൽ കഴിക്കരുത്. അതുപോലെ പൈനാപ്പിൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്, തക്കാളി കൂടുതലുള്ള കറി ബുദ്ധിമുട്ടാക്കാൻ സാധ്യതയുണ്ട്. ഉൾപ്പെടുത്തേണ്ടത് വെള്ളം, ഞാൻ അത് പറഞ്ഞു, 2.5 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കണം.